ഹായ് സ്റ്റുഡൻസ്, സിഗ്മ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ കോൺസെപ്റ്റും എല്ലാം നമ്മൾ നേരത്തെ വൃന്ദ വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് എ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞു. ഡേറ്റ 2 ടൈപ്സ് ഉണ്ട്, അൺഗ്രൂപ്പ്ഡ് ഡേറ്റ, ഗ്രൂപ്പ്ഡ് ഡേറ്റ. അങ്ങനെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഡിസ്പേർഷനിലെത്തി. ഡിസ്പേർഷൻ മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് ആണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതുവരെ അങ്ങനെയുള്ള എല്ലാ കോൺസെപ്റ്റുകളും അതിൻ്റെ ഫോർമുലാസും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫോർമുലാസ് മുഴുവൻ എഴുതി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രോബ്ലംസിലേക്ക് കടക്കാനായിട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് 15th ചാപ്റ്ററാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ വൃന്ദ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ പറയുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് ആണ് മീൻ, മീഡിയൻ, മോഡ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. മീൻ, മീഡിയൻ, മോഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനായിട്ടുള്ള ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ മീൻ, മീഡിയൻ, മോഡിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയണം. അതിൻ്റെ ഉള്ളിൽ മീൻ, മീഡിയൻ, മോഡിൽ മീനും മീഡിയനും കൂടുതലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. മോഡ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മോഡ് എന്ന് വെച്ചാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐറ്റം. മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേറ്റാസ് ആർ അറേഞ്ചിങ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഇഫ് ഡേറ്റാസ് ആർ ഈവൻ, മീഡിയൻ ഈസ് ദ മീൻ ഓഫ് മിഡിൽ ഐറ്റംസ് എന്നാണ് പറയുക. ഇഫ് ഡേറ്റാസ് ആർ ഓഡ് ആണെങ്കിൽ മീഡിയൻ ഈസ് ദ മിഡിൽ ഐറ്റം. ഇത് മിഡിൽ ഐറ്റമാണ്, ഇത് മീൻ ഓഫ് മിഡിൽ ഐറ്റമാണ്. ഇപ്പോൾ രണ്ടെണ്ണം, അപ്പോൾ 1, 2, 3, 4, 5, 6 ഈ ഡേറ്റ ഈവൻ ഡേറ്റ ആണെങ്കിൽ കണ്ടോ, ഈ രണ്ട് മിഡിലിൽ കിടക്കുന്ന രണ്ട് ഡേറ്റാസിൻ്റെ ആവറേജ് മീൻ എടുക്കണം. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ബൈ 2 എടുക്കണം. അതാണ് ഇഫ് ഡേറ്റാസ് ആർ ഈവൻ, മീഡിയൻ ഈസ് ദ മീൻ ഓഫ് മിഡിൽ ഐറ്റംസ്. മിഡിൽ ഐറ്റത്തിൻ്റെ മീൻ എടുക്കണം. ഇഫ് ഡേറ്റാസ് ആർ ഓഡ്, ഇപ്പോൾ ഡേറ്റ ഓഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതാ ഇത് 5 ഡേറ്റാസ് ആണ്, മീഡിയൻ ഈസ് ദ മിഡിൽ ഐറ്റം. മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നത്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റത്തിനെയാണ് മോഡ് എന്ന് പറയുന്നത്. മീൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, സിമ്പിളാണ്. എന്താണ്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് ആർ ഡിവൈഡഡ് ബൈ നമ്പർ. അതായത് എക്സ് ബാർ എന്നാണ് മീന് കൊടുത്തിരിക്കുന്നത്. സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓൾ ഡേറ്റാസ് കേട്ടോ, നമ്പർ ഓഫ് ഓൾ ഡേറ്റാസ് ആണ് എൻ. ആ നമ്പർ ഓഫ് ഡേറ്റാസിൻ്റെ സം എടുക്കുക. ഇപ്പോൾ തന്നിരിക്കുന്ന എത്ര ഡേറ്റ ഉണ്ടോ ഈ ഡേറ്റാസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മീൻ എന്ന് പറയുന്നത്. ഇതാണ് മീൻ, മീഡിയൻ, മോഡ്. ഇത് ആവറേജ് മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് ആണ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ് ഈ മീനും മീഡിയനും മോഡും. ഇത് നമ്മൾ 10th വരെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഡേറ്റാസ് 2 രീതിയിലുണ്ടെന്ന് പഠിച്ചു. ഡേറ്റാസ് 2 രീതിയിൽ ഏതൊക്കെ രീതിയിലാണ്? അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്, അതുപോലെ ഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്. ഇങ്ങനെ 2 രീതിയിലാണ് ഡേറ്റാസ് ഉള്ളത്. ഈ 2 രീതിയിലുള്ളതിനെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ഡിസ്പേർഷനാണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് ആണ് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ഇപ്പോൾ ഡിസ്പേർഷൻ എന്താണ്? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റാസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും അല്ലേ. ഞാൻ എഴുതാണ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ ഡേറ്റാസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടന്നാൽ ആ ഡേറ്റാസിനെ പിടിച്ച് സിംഗിൾ ഡേറ്റ ആക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. അപ്പോൾ ഡേറ്റാസ് എത്ര രീതിയിലാണുള്ളത്? 2 ടൈപ്സിൽ ഡേറ്റാസ് ഉണ്ട്. ഏത് ഡേറ്റയൊക്കെയാണ്? അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്, അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്, ഗ്രൂപ്പ്ഡ് ഡേറ്റ ഉണ്ട്. അപ്പോൾ നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിലും ചെയ്യണം, ഗ്രൂപ്പ്ഡ് ഡേറ്റയിലും ചെയ്യണം. അപ്പോൾ ഡിസ്പേർഷൻ മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇത് മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ്? ഇത് 4 മെഷർമെൻറ്റ്സ് ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടോ. ആദ്യം റേഞ്ച് പറയാം. ഫസ്റ്റ് ഏറ്റവും സിമ്പിളാണ് റേഞ്ച്, പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, പിന്നെ മീൻ ഡീവിയേഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഈ 4 മെഷർമെൻറ്റ്സ് ആണ് ഇത് മെഷർ ചെയ്യാനുള്ളത്.
അപ്പോൾ ഇനി ഇതെല്ലാത്തിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഇത്തിരി ഫാസ്റ്റായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ്, നമ്മളുടെ വൃന്ദ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ട് മെയിൻ പോയിൻറ്റ്സും പിന്നെ ഫോമുലാസും എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ പ്രോബ്ലംസിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ചാർട്ടിനെ കുറിച്ചൊരു ഏകദേശ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ പറഞ്ഞത്. ഇനിയിപ്പോൾ റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡേറ്റാസും തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റാസിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഡേറ്റയും ഏറ്റവും ഹയസ്റ്റ് ഡേറ്റയും എടുത്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് പഠിക്കാനില്ല. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഉണ്ട്. അപ്പോൾ അത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിലും ഉണ്ട്, ഗ്രൂപ്പ്ഡ് ഡേറ്റയിലും ഉണ്ട്. ഗ്രൂപ്പ്ഡ് ഡേറ്റ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട് അല്ലേ. ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾക്കിത് നേരത്തെ ഞാൻ അവിടെ പഠിപ്പിച്ചു തന്നതായതുകൊണ്ടാണ്. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എക്സ് മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ എൻ. ഇത് അൺഗ്രൂപ്പ്ഡ് ഡേറ്റയാണ്. ഗ്രൂപ്പ്ഡ് ഡേറ്റയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോരം ഫ്രീക്വൻസിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്ര ഡിഫറൻസ് ഇതിൽ വരുന്നുള്ളൂ. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോമുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഡി എബൌട്ട് മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി വന്നാൽ ഇതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ ആകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നേരെ പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് ഇഫ് ദ മീൻ ഓഫ് 3, 4, x, 7, 10 ഈസ് 6 then the value of x is. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത്, ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യാം. അതായത് നമുക്ക് 3 + 4 + x + 7 + 10 by 1, 2, 3, 4, 5 ഇതിനെ 5 കൊണ്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10, 24 + x ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 5 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ 30 - 24 അതായത് നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയേക്കണേ 6 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ കറക്റ്റ് ആൻസർ ഏതാണ്, സി എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് മീൻ കണ്ടുപിടിക്കാൻ സിഗ്മ എക്സ് ബൈ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ, ഇതാണ് ഫോമുല. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ ഓഫ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് 13. ഇഫ് ഈച്ച് ഐറ്റം ഈസ് ഡിക്രീസ്ഡ് ബൈ 4 then the mean of the new observation is. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ അതായത് സിഗ്മ എക്സ് ബൈ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ ഐറ്റത്തിൽ നിന്നും നമുക്ക് നമ്മളോട് എന്ത് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ 4. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ x1 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യണം, x2 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യണം, x3 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യണം, എക്സെട്ര പ്ലസ് xn നിന്നും 4 സബ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് അപ്പോൾ n ഡേറ്റാസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ ഇവിടെ എത്രയാണെന്നാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ x1 + x2 + എക്സെട്ര പ്ലസ് xn ബൈ n എന്നും മൈനസ് ഇവിടെ നോക്കി -4 - 4 n ടൈംസ് ആണ് -4 വരുന്നത്. അപ്പോൾ 4n ബൈ n എന്നും കൊടുക്കാം. ദാറ്റ് മീൻസ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ xn ബൈ n മൈനസ് നമുക്ക് ഈ n കട്ട് ചെയ്താൽ അവിടെ 4 വരും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം, അതേ ഫോമിൽ നോക്കൂ, xn n ഡേറ്റാസിൻ്റെ മീൻ ഇതാണ്. അപ്പോൾ 13 - 4 ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത് 9. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കൂ, ഇതാണ് ഓപ്ഷൻ. അപ്പോൾ ക്ലിയർ ആയില്ലേ, ഓരോ ഒബ്സർവേഷനിൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേരിയബിൾസിനെല്ലാം ഒരു ഗ്രൂപ്പായിട്ടും ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടും ഇത് എത്ര 4 ഉണ്ട്, n ടൈംസ് 4 ഉണ്ട്. അപ്പോൾ n × 4. അപ്പോൾ നമ്പർ ഇതിനെ ഡിവൈഡ് ചെയ്തു, ഇതൊന്നും കട്ട് ചെയ്തു. അപ്പോൾ 4 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ദ മീൻ ഓഫ് ദ ഫസ്റ്റ് n+1 നാച്ചുറൽ നമ്പേഴ്സ് ഈസ്. ഇപ്പം മീൻ ഓഫ് ദ n+1 നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1 + 2 + എക്സെട്ര പ്ലസ് n ആണെങ്കിൽ n × n+1/2 ആണെന്നറിയാം.
അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n+n+1 ആണെങ്കിൽ എന്നിൻ്റെ സ്ഥലത്ത് n+1 കൊടുക്കണം. ഇവിടെ n+1+1/2 n എവിടെയുണ്ടോ അവിടെ n+1 കൊടുക്കണം. അപ്പോൾ ഇവിടെ n+1 × n+2/2 വരും ഇതിൻ്റെ സം. ഇനി നമ്മളോട് പറയുന്നത് ഇത്രയും n+1 ടേംസിൻ്റെ മീനാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. മീൻ എന്ന് വെച്ചാൽ എക്സ് ബാർ. അപ്പോൾ സം ഡിവൈഡഡ് ബൈ, അതായത് n+1 × n+2/2 സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇവിടെ എത്രയാണ് n+1. അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് n+2/2 ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 10 ഒബ്സർവേഷൻ ഈസ് 18.1. അരിത്തമെറ്റിക് മീനിൻ്റെ 10 ഒബ്സർവേഷൻ കണ്ടോ, അരിത്തമെറ്റിക് മീൻ ഓഫ് 10 ഒബ്സർവേഷൻ ഈസ് 18.1. അപ്പം മീൻ ഓഫ് 10 ഒബ്സർവേഷൻ ഇതാണ് n that is equal to 10 ആണ്. ദ സം ഓഫ് ദ ഒബ്സർവേഷൻ, അപ്പോൾ ഇതിൻ്റെ സം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ σx/n that is equal to x bar. ഈ ഫോമുല അറിയാം. അപ്പോൾ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം n 10 ആണ്. x ബാർ എന്ന് പറഞ്ഞാൽ 18.1. അപ്പോൾ σx സം കണ്ടുപിടിക്കാൻ 18.1 × 10 ദാറ്റ് മീൻസ് 181 ആണ് സം. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന സമ്മാണ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 181. ഓക്കെ, ഇപ്പോൾ ഇത് തെറ്റിപ്പോയിരിക്കുന്നതാണ്. ഇവിടെ ഈ ഓപ്ഷൻ 181 എന്ന് പറയുന്ന ഓപ്ഷനാണ് കണ്ടോ, സെയിം ഓപ്ഷൻ അല്ല, ഇത് 181. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഈസ് 181. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The arithmetic mean of 9 observation is 6. If a new observation 6 is included, then the new arithmetic mean is. The arithmetic mean of 9 observation is. അപ്പോൾ 9 ഒബ്സർവേഷൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 6 ആണ്. ഇതാണ് n എന്ന് പറയുന്നത് 9 ആണ്, 9 ഒബ്സർവേഷൻ. മീൻ എന്ന് പറയുന്നത് 6 ആണ്. മീൻ കൊടുത്തു. നമ്മുടെ ഫോമുല σx/n that is equal to x bar ഫോമുല. അപ്പോൾ σx that is equal to 54 കിട്ടി. ഇനി സമ്മിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 6ഉം കൂടി ആഡ് ചെയ്യണം. അതായത് 54ൻ്റെ കൂടെ ഒരു 6ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഒബ്സർവേഷൻ കൂടി. അപ്പം 9 എന്ന് പറയുന്ന ഡേറ്റ എത്രയായി മാറി? 10 ആയി മാറി. അപ്പോൾ 60/10. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? 6. അപ്പോൾ ഈ അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ മീൻ ഓഫ് ദ ഡേറ്റ 2 + 2 4 5 6 8 17 ഈസ് എക്സ്. അപ്പോൾ ഇത്രയും σx/n that is equal to നമുക്കറിയാം എക്സ് ബാറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ തന്നിരിക്കുന്ന ഡേറ്റ, അപ്പോൾ 2 + 4 + 5 + 6 + 8 + 17 1 2 3 4 5 6/6 എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ മീൻ ഓഫ് ദ ഡേറ്റ, ഈ പറഞ്ഞ ഡേറ്റയുടെ മീൻ, അപ്പോൾ 4 + 8 + 10 + 12 + 16 + 34/6 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും 2 കോമൺ ആയിട്ട് എടുക്കുകയാണ്. 2 കോമൺ ആയിട്ട് എടുത്താൽ 2+, ഇതിൽ നിന്ന് 2 പോകുന്ന 4+, ഇതിൽ നിന്ന് 2 പോകുന്ന 5+, 2 പോകുന്ന 6+, 8 + 17/6. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിനെ എക്സ് എന്ന് പറയാനുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് എന്ന് പറയാം. അപ്പോൾ 2 × x. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്, 2x. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ ഡീവിയേഷൻ ഫോർ n ഒബ്സർവേഷൻസ് x1 x2 etc. xn ഫ്രം ദർ മീൻ x bar ഈസ് ഗിവൺ ബൈ. ദ മീൻ ഡീവിയേഷൻ ഫോർ n ഒബ്സർവേഷൻ, n ഒബ്സർവേഷൻ്റെ മീൻ ഡീവിയേഷൻസ്. അപ്പോൾ x1 x2 etc. xn മീൻ ഡീവിയേഷൻ, ദർ മീൻ ഈസ് എക്സ് ബാർ. ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് ബൈ n ചെയ്തു, ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ, സം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീൻ ഡീവിയേഷൻ, അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ. നമുക്ക് എന്ത് ചെയ്യാം? x - x bar/n. അപ്പോൾ ഇവിടെ മോഡുലസ് എടുക്കണം.
അപ്പോൾ ഇങ്ങനൊരു ഫോമുലയാണ് നമുക്ക് വരുന്നത്. അതായത് 1/n x മൈനസ് എക്സ് ബാർ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ബി ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? 1/n നീക്കിയിട്ടു. അപ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ x1 i എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ടേംസ് ഉണ്ടോ 1 ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഒക്കെ സബ്ട്രാക്ട് ചെയ്തിട്ട് സം ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെ i ദാറ്റ് ഇസ് ഈക്വൽ ടു കണ്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഫസ്റ്റ് ഡേറ്റ, സെക്കൻഡ് ഡേറ്റ, തേർഡ് ഡേറ്റ, അങ്ങനെ n ഡേറ്റ കൊടുക്കുക. അതാണ് ഇവിടെ i1 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. If the arithmetic mean of x1, x2, etc. xn is x bar. അപ്പോൾ arithmetic mean എന്ന് പറയുന്നത് x bar ആണ്. ഇത്രയും ഒബ്സർവേഷൻ്റെ. Then the arithmetic mean of x1 plus ax1 plus b. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ arithmetic mean? അപ്പോൾ നമുക്ക് നോക്കാം. ax1 plus b plus ax2 plus b പ്ലസ് എക്സെട്ര പ്ലസ് എ എക്സ് എൻ പ്ലസ് ബി കൊടുത്തു. ഇവിടെ നിന്ന് നമുക്ക് എ എക്സ് വൺ പ്ലസ് എ എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എക്സ് എന്നെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്തു. ഓക്കെ, പിന്നെ ബി പ്ലസ് ബി പ്ലസ് ബി പ്ലസ് എന്നുള്ളത് നമുക്ക് കുറേ ബികളുണ്ട്. ആ ബികളെല്ലാം കൂടി നമുക്ക് എൻ ടൈംസ് ബി എടുക്കാം. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എ ഔട്ട് സൈഡിൽ എടുത്താൽ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ വരും. അപ്പോൾ ബി എന്ന് വെച്ചാൽ എൻ ടൈംസ് ആണ് ബി വരുന്നത് അവിടെ, ശരിയല്ലേ? ബി എന്ന് പറഞ്ഞത് ഇവിടെ എത്ര ടൈംസാണ് വരുന്നത്? എൻ ടൈംസ് ബി വരും. അപ്പോൾ അരിത്തമെറ്റിക് മീനാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ നമുക്കറിയാം എക്സ് വൺ പ്ലസ് എക്സ് ടു എല്ലാം തന്നിട്ടുണ്ട് അവർ എക്സ് ബാർ ആണ്. അപ്പോൾ എ ഇൻറ്റു എക്സ് ബാർ. ഇവിടെ ഇതിനെ എൻ കൊണ്ട് എത്ര എൻ ഉണ്ടെന്ന് നമുക്കറിയില്ല, എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ വരുന്നത് എന്ത് തന്നെയാണ്? ബി തന്നെയാണ് നമുക്കവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബി വന്നു. കാരണം എൻ ടൈംസ് ബി ഉണ്ടല്ലോ, ആ എൻ ടൈംസ് ബിയെ നമുക്ക് എന്ത് ചെയ്യണം? എൻ ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് എക്സ് ബാർ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ബാർ ആണ് തന്നിട്ടുണ്ട് ബി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആൻസർ എന്താ പറയുന്നത്? എ എക്സ് ബാർ പ്ലസ് ബി, അതായത് ഡി ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x bar is the arithmetic mean of n values of x, then തന്നിരിക്കുക ഓപ്ഷൻസ്. അതായത് if x bar is the arithmetic mean of n values, n വാല്യൂസിൻ്റെ arithmetic mean എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുക? അപ്പോൾ നമുക്കറിയാം, നമ്മൾ മീൻ ഡീവിയേഷൻ കാണുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് നമ്മൾ കൊടുക്കുക അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇതിന് സിഗ്മ കൊടുക്കും. സിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ് ആവുക? സീറോയാണാവുക. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സീറോ. അപ്പോൾ ഇങ്ങനെ ഈ ഓപ്ഷൻ നോക്കി, അതായത് ഐ ദറ്റ് ഇസ് ഈക്വൽ ടു 1 ഇവിടെ എൻ. അപ്പോൾ ഓപ്ഷൻ സി ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡീവിയേഷൻസ് എപ്പോഴും പരസ്പരം ഡീവിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? സീറോയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നിങ്ങളത് പഠിക്കണം. ഇതൊരു ഫോമുല പോലെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അത്രയും ഒബ്സർവേഷൻസ് അതിൻ്റെ മീൻ എടുക്കുക. എന്നിട്ട് ഈ ഒബ്സർവേഷൻസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ സം കണ്ടാൽ അതിൻ്റെ ആൻസർ എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2, 3, 4, 5, 6 ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് എക്സാമ്പിൾ എടുക്കുക. എക്സാമ്പിൾ എടുത്തിട്ട് മീൻ കണ്ടുപിടിക്കുക. ഇതിൻ്റെയൊക്കെ മീൻ കണ്ടുപിടിച്ചിട്ട് ഓരോന്നും സബ്ട്രാക്ട് ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? സീറോ ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് n ഒബ്സർവേഷൻസ് x1, x2, x3 up to etc. xn are 5 and 0 റെസ്പെക്റ്റീവ്ലി. അപ്പം മീൻ എന്ന് പറയുന്ന എക്സ് ബാർ 5 ആണ്. വേരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ് റെസ്പെക്റ്റീവ്ലി. ഈ x1 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 100. പിന്നെ തന്നിരിക്കുന്ന x1 സിഗ്മ എക്സ് യുടെ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 400 ആണ് തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് n. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക്
ഇതിൻ്റെ ഫോമുല മീൻ എക്സ് ബാർ 5 ആണ്, ഇത് 0 ആണ്. അപ്പോൾ ഞാൻ ഫോമുല എഴുതുകയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ, ഇതിനെ നമ്മൾ സിഗ്മ എന്നാണ് പറയുന്നതെങ്കിൽ വേരിയൻസ് എന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസൊക്കെ അപ്ലൈ ചെയ്യാം. ഇവിടെ 0 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ സിഗ്മ സ്ക്വയർ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 ആണ് തന്നിരിക്കുക. അപ്പോൾ ഇത് 400 ഡിവൈഡഡ് ബൈ ഓക്കെ ദ മീൻ ആൻഡ് വേരിയൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എൻ മൈനസ് എക്സ് ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 25 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 400 ഡിവൈഡഡ് ബൈ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 എൻ. അപ്പോൾ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 400 ബൈ 25. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 100ൽ നമുക്ക് 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടൈംസ്, അപ്പോൾ 16. അപ്പോൾ നമുക്കിവിടെ എത്ര ആൻസർ വരുന്നത്? 16 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ആ ഫോമുല നമ്മൾ പഠിച്ചാൽ മതി. സിഗ്മ എന്ന് പറഞ്ഞാൽ എസ് ഡി ആണ്, സിഗ്മ സ്ക്വയർ എന്ന് പറയണമെങ്കിൽ വേരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് നമുക്കിതാ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫോമുലയിൽ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസറായി. ഇത് എൻ്റെ റൂട്ട് മാറുമ്പോൾ ഇവിടെ സ്ക്വയർ വരും, വ്യത്യാസം വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x1, x2, x3, x4, x5 ഈസ് സിഗ്മ. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് kx1, kx2, kx3, kx4, kx5 ഈസ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് നമുക്ക് എസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ആണെന്നുണ്ട്. കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്, അല്ലെങ്കിൽ kx1. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യണു, നമുക്ക് ഇവിടുന്ന് എല്ലായിടത്തും k ആണ്. അപ്പോൾ സിഗ്മ k ഔട്ട് സൈഡിൽ കൊണ്ടുവരാം അല്ലേ. എന്നിട്ട് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ്, ഇനി ഇതിൻ്റെ മീനാണ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. x1, x2 ഇതിൻ്റെ മീനാണ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാറിൻ്റെ സ്ക്വയർ കണ്ടോ, കൂടാതെ കെയുടെ സ്ക്വയറും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ന്യൂ എസ് ഡി ആയിട്ട് വരിക. ന്യൂ എസ് ഡി. ഓക്കെ, ന്യൂ എസ് ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഇതിൻ്റെ എസ് ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എനിക്ക് ഇവിടെ നോക്കി കെ സ്ക്വയർ വരും, സ്ക്വയർ ചെയ്യണം ഇതിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് കെ സ്ക്വയറിൽ നിന്ന് കെ അങ്ങോട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഇവിടെ നിന്ന് എന്താ വരുന്നത്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഇതിനാണ് നമുക്ക് അവർ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നാണ്, അതായത് ന്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സിഗ്മ വരും. ഓക്കെ, അപ്പോൾ ഈ കെ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് നമ്പർ ആണെങ്കിലും പോസിറ്റീവ് നമ്പർ ആണെങ്കിലും നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവേ വരുള്ളൂ. അതിനാൽ തന്നെ മോഡുലസ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റാണ് ഇതിൻ്റെ ആൻസർ, മോഡുലസ് സിഗ്മ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the variance of the set of observation is 225, then the standard deviation is, നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 15. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും റൂട്ട് വേരിയൻസ് കേട്ടോ. വേരിയൻസിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് ഇതെങ്ങനെയും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴോ എസ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് വേരിയൻസ്. ഓക്കെ, അപ്പോൾ മറക്കാതിരിക്കുക ഫോമുല. ഇതിൻ്റെ ആൻസർ എന്താണ്? 15 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ബാർ ഈസ് ദ മീൻ ആൻഡ് സിഗ്മ ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ്. അപ്പോൾ സി വി കണ്ടുപിടിക്കാനുള്ള ഫോമുല ഓർമ്മിച്ചാൽ മതി. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഈ ഫോമുല ദാറ്റ് മീൻസ് ഓപ്ഷൻ നമ്പർ സി. ഓക്കെ,
അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എസ് ഡി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എസ് ഡി എന്ന് പറയുകയാണെങ്കിൽ റൂട്ട് വേരിയൻസ് ആണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് സി വി. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ സി വി ആണ്. ദ മീൻ ഈസ് എക്സ് ബാർ. മീൻ എക്സ് ബാർ ആണ്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ്, ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് സി വി ഇൻറ്റു എക്സ് ബാർ ബൈ 100 ഈസ് ഈക്വൽ ടു ദ. കിട്ടിക്കഴിഞ്ഞു. ഇതിനല്ലേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയണേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ദാ, കറക്റ്റ് ഓപ്ഷൻ തന്നെ നമുക്കിവിടെ കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം അത് തന്നെ സിമ്പിളായി യൂസ് ചെയ്തേ. അപ്പോൾ കറക്റ്റാണ്. സി വി ഇൻറ്റു എക്സ് ബൈ 100. അപ്പോൾ നമുക്കത് ഈ ഫോർമുല നോക്കിയാൽ മതി. ഈ ഫോർമുലയിൽ നിന്നും ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സി വി ഇൻറ്റു എക്സ് ബാർ ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അത് അവർ എഴുതിയേക്കാണത് കറക്റ്റായിട്ട്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 15th ക്വസ്റ്റ്യൻ. The standard deviation of n observations x1, x2, etc. xn is sigma. If each observation is increased by 2, then the new standard deviation is sigma 1. Which of the following is correct? Okay. ഇവിടെ നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു മൾട്ടിപ്ലൈ ചെയ്ത് വരിക. ഒബ്സർവേഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ മോഡുലസ് എടുത്തിട്ട് നമുക്ക് ആ സിഗ്മ ഇടും. പക്ഷേ ഇത് ആഡ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒബ്സർവേഷനും സെയിം ആയിരിക്കും. അതായത് ഇവിടുത്തെ ഓപ്ഷൻ ഇതാണ് വരുന്നത്. അതായത് സിഗ്മ 1 ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ആയിരിക്കും. സിൻസ് ആഡിങ് എ പോസിറ്റീവ് നമ്പർ ടു ഈച്ച് ഒബ്സർവേഷൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഡസ് നോട്ട് എഫക്ട് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും വേരിയൻസിനെ അത് എഫക്റ്റ് ചെയ്യില്ല. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ മോഡുലസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മറക്കാതെ ഓർമ്മിക്കരുത്. ഓക്കെ, ഒരു പോയിൻ്റായിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഫോർ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ മീൻ ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ n നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ n1 നമുക്ക് എങ്ങനെ എഴുതുന്നത്? n1 പ്ലസ് n2 പ്ലസ് n വരെ. ഓക്കെ, അത്രയും നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്താ കൊടുക്കേണ്ടത്? സിഗ്മ n ബൈ n കൊടുത്തു. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എണ്ണം ഇവിടെ എന്താണ്? n നാച്ചുറൽ നമ്പേഴ്സാണ് സിഗ്മ n ബൈ n. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സമ്മാണ് ഇതിൻ്റെ മുഴുവൻ അല്ലേ. എക്സ് ബാറാണ് n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. ഇതിന് n കൊണ്ടും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ബാർ കിട്ടുന്നത്. അപ്പോൾ ഈ എന്നും കട്ട് ചെയ്തു. അപ്പോൾ എക്സ് ബാർ ദറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ബൈ 2. ഇതാണ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ദ മീൻ ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് മറക്കരുത്. ഒരു ഫോർമുല പോലെ നമ്മൾ പഠിക്കണം. മീൻ ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? n പ്ലസ് 1 ബൈ 2. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വേരിയൻസ് ഫൈൻഡ് ചെയ്യാൻ. വേരിയൻസ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേരിയൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താ? സിഗ്മ x1ൻ്റെ സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വേരിയൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ സിഗ്മ x1 എന്ന് വെച്ചാൽ n1 ആണ് അല്ലേ. നമുക്ക് n1ൻ്റെ സ്ക്വയറാണ് സിഗ്മ n1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് ഇവിടെ എന്താ പറഞ്ഞേക്കണേ? എക്സ് ബാറിൻ്റെ സ്ക്വയർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നോക്കി, ഇതാണ് എക്സ് ബാർ. അപ്പോൾ n പ്ലസ് 1 ബൈ 2ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സിഗ്മ പോയി. ഇപ്പോൾ സിഗ്മ n1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ആണ് ഇത്. ഓക്കെ, ബൈ n ഇവിടെ ഉണ്ട്, ആ n ഇവിടെ കൊടുത്തു. ഇനി മൈനസ് n പ്ലസ് 1 ബൈ 2ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എന്തിനാ ഔട്ട് സൈഡിൽ എടുക്കാം? ഓക്കെ, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കുന്നത് n പ്ലസ് 1 ബൈ
നമുക്ക് 2-നെ ഔട്ട് സൈഡിലെടുക്കാം. 2-നെ ഔട്ട് സൈഡിലെടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് n ഇൻറ്റു 2n പ്ലസ് 1 കണ്ടോ, n ഇൻറ്റു 2n പ്ലസ് 1 ബൈ 3n വന്നു. ഈ എന്നും എന്നും കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ എന്താ വരുന്നത്, ഒരു n പ്ലസ് 1 ബൈ 2 വരും. ഒരു 2 ഇവിടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, n പ്ലസ് 1 ബൈ 2 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 3 മൈനസ് n പ്ലസ് 1 ബൈ 2 കൊടുക്കുക. ഓക്കെ, ഈ കാൽക്കുലേഷൻസ് ഉപയോഗിക്കാൻ പോവുകയാണ്. അതായത് ഹിയർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് n പ്ലസ് 1 ഇവിടെ നിൽക്കട്ടെ. ഇതിനെ വന്നു കഴിഞ്ഞാൽ 4n പ്ലസ് 2 മൈനസ് 3n മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 വന്നു. ഹിയർ n പ്ലസ് 1 ബൈ 2. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ വരുന്നത്, കാരണം 4nൽ നിന്ന് 3n പോയി കഴിഞ്ഞാൽ n മൈനസ് ഇവിടെ നിന്ന് എനിക്ക് വന്നു 1 ബൈ 6. അതായത് ഇനി ഇവിടുന്ന് നോക്കി n പ്ലസ് 1ഉം n മൈനസ് 1ഉം ബൈ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 12 ആണ്. 6 ഇൻറ്റു 12. അപ്പോൾ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. അപ്പോൾ n സ്ക്വയർ മൈനസ് 1 ബൈ 12 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ള കാൽക്കുലേഷൻസ് ഞാനിവിടെ ചെയ്തേക്കാണ്. ഈ കാൽക്കുലേഷൻസ് ചെയ്ത് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് എന്താണ്, n സ്ക്വയർ മൈനസ് 1 ബൈ 12 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്ത സ്റ്റെപ്സ് എല്ലാം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോർമുല പോലെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ മീൻ പറയാം, n പ്ലസ് 1 ബൈ 2 ആണ് മീൻ. വേരിയൻസ് എന്താണ്, n സ്ക്വയർ മൈനസ് 1 ബൈ 12 ആണ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ നമുക്ക് മീൻ കാണണം, വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പോൾ മീൻ കാണണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ, തന്നിരിക്കുന്ന ക്ലാസ് എഴുതി. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞാൽ 10, 20, 20, 30, 30, 40 ഫസ്റ്റ് ക്ലാസ് എഴുതി. ക്ലാസ് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതാം. ഫ്രീക്വൻസി 10, 20, 30 ഫ്രീക്വൻസിയും എഴുതി. ഇനി നമുക്ക് മിഡ് എക്സ് കാണണം. ഓക്കെ, മിഡ് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡ് പോയിൻറ്റ് 20 പ്ലസ് 10 അപ്പോൾ 30 ബൈ 2 അപ്പോൾ 15. പിന്നെ നമുക്ക് 10 ഇൻക്രീസ് ചെയ്ത് വന്നാൽ മതി 35. ഇങ്ങനെ മിഡ് എക്സ് കണ്ടു. ഓക്കെ, പിന്നെ എക്സും എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. എക്സും എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഇത് 150. ഓക്കെ, 150, ഇത് 500. അതേപോലെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മീൻ കാണണം. ഇതിൻ്റെ സം എടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെയും സം എടുക്കുക. എന്നിട്ട് മീൻ ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് എഫ് ബൈ ക്യാപിറ്റൽ എൻ. അപ്പോൾ മീൻ കിട്ടി. അപ്പോൾ മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് സ്ക്വയർ എടുക്കാം, എന്നിട്ട് എഫിൻ്റെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് എക്സ് സ്ക്വയർ എടുക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്നിട്ട് ഇതിൻ്റെ സം എടുക്കുക. ഇതിൻ്റെ സം എടുത്തിട്ട് നമുക്ക് ആദ്യം വേരിയൻസ് ഫൈൻഡ് ചെയ്യാം. വേരിയൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയത് കണ്ടോ എഫ് എക്സ് സ്ക്വയറാണ്. ഇതിനെ വീണ്ടും ഈ എൻ, ഇതാണ് എൻ, ക്യാപിറ്റൽ എൻ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ സമ്മ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എക്സ് ബാറിൻ്റെ സ്ക്വയർ. എക്സ് ബാർ എന്ന് വെച്ചാൽ നേരത്തെ മീൻ കണ്ടുവച്ചിട്ടുണ്ട്, മീൻ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേരിയൻസ് കിട്ടും. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ റൂട്ട് വേരിയൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ കിട്ടിയ ആൻസറിൻ്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ അത് ശരിക്കും നമുക്ക് ലെങ്ത് ആയിട്ട് ചെയ്ത് നോക്കേണ്ട പ്രോബ്ലംസാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക. ക്ലാസ്, ഫ്രീക്വൻസി, എക്സ്, മിഡ് എക്സ്, പിന്നെ എക്സും എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മീൻ കിട്ടും. പിന്നെ എക്സ് ഡേറ്റയുടെ മുഴുവൻ സ്ക്വയർ എടുക്കുക. ആ സ്ക്വയറിനെ നമുക്ക് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് പിന്നെ നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് വേരിയൻസ് കാണാം. വേരിയൻസ് കണ്ടാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത് റൂട്ട് വേരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് 7 ഒബ്സർവേഷൻസ് ആർ 8 and 16 റെസ്പെക്റ്റീവ്ലി.
if 5 of the observations are 2, 4, 10, 12, 14, find the remaining 2 observations. അപ്പോൾ നമുക്കിതിൽ മീൻ എന്ന് പറയുന്നത് 7 ഒബ്സർവേഷൻ്റെ മീൻ 8 ആണ്. ഈ 7 ഒബ്സർവേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 16 ആണ്. അപ്പോൾ n ദാറ്റ് ഇസ് ഈക്വൽ ടു 7 ഇത്ര അറിയാം. അങ്ങനെയാണെങ്കിൽ മിസ് ചെയ്ത ഒബ്സർവേഷൻസ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 2 + 4 + 10 + 12 + 16 + x + y 1, 2, 3, 4, 5, 6, 7 by 7 ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ അറിയാം 8 എന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഒബ്സർവേഷൻസും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ 14ഉം 4ഉം 18, 20, 30, 42. അപ്പോൾ 42 + x + y ദാറ്റ് ഇസ് ഈക്വൽ ടു 8 × 7 അതായത് 56 കിട്ടി. അപ്പോൾ x + y ദാറ്റ് ഇസ് ഈക്വൽ ടു 56 - 42 അതായത് x + y ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് 14 കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എഴുതി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, x + y. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടിയത്. ഇനി നമുക്കറിയാം വേരിയൻസ് ആണ് തന്നിരിക്കുന്നത്. വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന ഡേറ്റാസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് സം ഫൈൻഡ് ചെയ്യണം അല്ലേ. വേരിയൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ x² n - x ബാറിൻ്റെ സ്ക്വയറാണ് വേരിയൻസ്. അപ്പോൾ ഞാൻ ഈ ഫോമുല തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ വേരിയൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ x² എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തന്നിരിക്കുന്ന ഡേറ്റാസിൻ്റെ 2² + 4² + 10² + 12² + 14² + x² + y² by 7 - x ബാറിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ വേരിയൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്, 16 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 4 + 16 + 100 + 144 + 196 + x² + y² by 7 - x ബാർ അറിയാം 8ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കാൽക്കുലേഷൻ മൂവ് ചെയ്യിച്ചാൽ 16 - ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 460 കിട്ടും. 460 + x² + y² by 7 - 8². ഓക്കെ, ഇനി നമുക്ക് ഈ 8² ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 16 + 64 ദാറ്റ് ഇസ് ഈക്വൽ ടു 460 + x² + y² by 7. അപ്പോൾ നമുക്ക് ഇതിനെ 8 കിട്ടി. അപ്പോൾ x² + y² + 460 ദാറ്റ് ഇസ് ഈക്വൽ ടു 80 × 7 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ x² + y² ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 560 - 460 ദാറ്റ് ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെ x + y ഇതാണ് x² + y². അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. അപ്പോൾ x + y ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 14ൻ്റെ സ്ക്വയർ. അപ്പോൾ x² + y² + 2xy ദാറ്റ് ഇസ് ഈക്വൽ ടു 196. അപ്പോൾ ഇത് 100 ആണെങ്കിൽ നമുക്കറിയാം 2xy എന്ന് പറയുന്നത് 96 ആണ്. xy എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് 48 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 3 ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ ഈ 3 ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സും വൈയുടെ വാല്യൂ കിട്ടും. എങ്ങനെയാണ് 3 ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്, അതായത് x - y ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു x + y ഹോൾ സ്ക്വയർ - 4xy. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് x - y കിട്ടും. ഇത് യൂസ് ചെയ്താൽ x - y എന്താണെന്ന് മനസ്സിലാക്കിയാൽ x - yയുടെ ഇക്വേഷൻ 2 കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 4 കൊടുക്കുക. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഈ ഇക്വേഷനോട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈക്കും ആൻസർ അവിടെ കിട്ടും. എക്സും വൈയുടെ ആൻസർ വരുന്നത് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ശരിക്കും കിട്ടുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതാണ് 6ഉം 8ഉം ആണ്. അതായത് x + y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ആണ്. x - y എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ 2x ദാറ്റ് ഇസ് ഈക്വൽ ടു 16, x ദാറ്റ് ഇസ് ഈക്വൽ ടു 8. ഇത് 8ഉം 6ഉം ആണ്. ഇതിപ്പോൾ മാറിപ്പോയതാണ്. x = 8 ആണ്.
അത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി y that is equal to എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 8 പ്ലസ് y that is equal to 14 ആണെങ്കിൽ y that is equal to 6. അപ്പോൾ എക്സും വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6ഉം 8ഉം ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കൂ, നമുക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, നിങ്ങൾ പ്രോബ്ലംസ് എല്ലാം കണ്ടുല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ 18 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. 18ഉം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലാതെ മീൻ ഡീവിയേഷൻ, എബൌട്ട് മീൻ ആൻഡ് മീഡിയൻ നമുക്ക് കാണാൻ ഉണ്ട്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു 4-5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളത് ചെയ്ത് അതിൻ്റെ ആൻസർ ചൂസ് ചെയ്യാൻ പറഞ്ഞ് സെലക്ട് ചെയ്യാം. കാരണം ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം CBSEക്ക് മുഴുവൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇത്തവണത്തെ എക്സാമിന്. നവംബറിൽ എക്സാം വരികയാണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ചോദിക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ വൃന്ദ വ്ളോഗ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം, അതിൻ്റെ ഫോർമുലാസ് മനസ്സിലാക്കണം, ആ ക്വസ്റ്റ്യനും അറിഞ്ഞിരിക്കണം. അതല്ലാത്ത ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.